ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില കമന്റുകളൊക്കെ ഞാൻ കണ്ടു, മല്ലു എക്സ്പ്ലെയിനർ വല്ലപ്പോഴൊക്കെ ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്തുകൂടെയെന്ന്. ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് അത് വെറും ഒരു ഫീൽ ഗുഡ് മൂവി മാത്രമാകരുത് എന്ന് എനിക്ക് എന്തോ ഒരു വാശിയുള്ളതുപോലെയാണ്. ആ വാശി കുറച്ച് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെറും ഒരു ഫീൽ ഗുഡ് മൂവിയല്ല, നല്ലൊരു കിടിലൻ സയൻസ് ഫിക്ഷൻ മൂവി വിത്ത് ഫീൽ ഗുഡ് എഫക്ട്. പറ്റുവാണെങ്കിൽ ഈ ഒരു സിനിമ മുഴുവനായിട്ടും കാണുക. സിനിമയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ സമയത്താണ് K23 എന്ന ഭൂമിയെ പോലൊരു ഗ്രഹം കണ്ടുപിടിച്ച് അവിടെ പരീക്ഷണങ്ങൾ നടത്തി ഒരു ടീം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഭൂമിയിലേക്ക് നിങ്ങൾ വരണ്ട എന്ന് നമ്മുടെ കഥാനായകനായിട്ടുള്ള അഗസ്റ്റിൻ അവരോട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് അത് എളുപ്പം ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് വലിയ ടാസ്കുകൾ അദ്ദേഹത്തിന് അതിനുവേണ്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, ഒരു അടിപൊളി കഥയാണ്. സ്പേസ്, അതുപോലെ തന്നെ അന്റാർട്ടിക്ക, ഇതിലെ വിഷ്വലൊക്കെ ആയിട്ട് വിഷ്വലിയും ഭയങ്കര രസമാണ്. അപ്പൊ പിന്നെ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ ആരംഭിക്കുന്ന വർഷം അത് 2049-ലാണ്. അതായത് കഥ നടക്കുന്നത് ഇപ്പോഴല്ല, ഫ്യൂച്ചറിലാണ്. അന്ന് മനുഷ്യൻ സയൻസ് പരമായിട്ട് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്പേസിനെ കുറിച്ചും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് നോളജ് ഇപ്പൊ മനുഷ്യരുടെ കയ്യിലുണ്ട്. സ്പേസ് റിസർച്ചിനൊക്കെ ആയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് സ്പേസ് റിസർച്ച് സെന്ററും ഉണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ അന്റാർട്ടിക്കയിലാണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള വലിയൊരു റിസർച്ച് സെന്ററാണ്. എന്നാൽ ഇത്രയും വലിയ ഈ ഒരു ലാബിൽ ഇപ്പൊ ജീവനോടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എവിടെ പോയി? അതറിയണമെങ്കിൽ ഒരു 3 ആഴ്ച പിന്നിലേക്ക് നമ്മൾ പോകണം. അതായത് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമാണ്. മനുഷ്യൻ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പാകത്തിന് നമ്മുടെ ഈ ഒരു ഭൂമി നശിച്ചിരിക്കുകയാണ്. അധികകാലമൊന്നും മനുഷ്യർക്ക് ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു സയന്റിസ്റ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ വിട്ട് പോവുകയാണ്. കാരണം അധികകാലമൊന്നും ഇനി ജീവിക്കാൻ കഴിയില്ലല്ലോ. ഉള്ള സമയം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. അതായത് ഇനി മനുഷ്യന് വേണ്ടത് സൗഭാഗ്യമോ അല്ലെങ്കിൽ സമ്പത്തോ ഇതൊന്നുമല്ല. എന്തായാലും ബാക്കിയുള്ളവരുടെ കൂടെ പോകാതെ ഒരാൾ മാത്രം അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇയാളുടെ പേരാണ് അഗസ്റ്റിൻ ലോഫ്റ്റേഴ്സ്. അദ്ദേഹം ഒരു പ്രഗത്ഭനായിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റ് ആണ്. എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അവസാന നാളുകൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പിന്നെ അഗസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രായമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അസുഖങ്ങളുണ്ട്. ബ്ലഡിൽ എന്തോ ഒരു രോഗമുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കണം. ബ്ലഡ് മാറ്റി വെക്കാൻ അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ തന്റെ ബ്ലഡ് ഊറ്റിയെടുത്ത് മറ്റൊരു മെഷീനിലൂടെ കടത്തിവിട്ട് വീണ്ടും ആ ഒരു രക്തം തന്നെയാണ് ഇപ്പൊ അഗസ്റ്റിൻ ഉപയോഗിക്കുന്നത്. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ അഗസ്റ്റിൻ ഭയങ്കര ടയേർഡാണ്. ഇതേ നേരം തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെക്കുറിച്ചും ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിവ് തെളിയിച്ച ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ് അഗസ്റ്റിൻ. യുവാവായിരിക്കുന്ന സമയത്ത് അഗസ്റ്റിൻ വലിയൊരു കണ്ടുപിടുത്തം നടത്തി. അതായത് നമ്മുടെ ഭൂമിയെ പോലെ തന്നെ കുറച്ച് അകലെയായിട്ട് ഒരു ഗ്രഹമുണ്ട്. അതിന് പേര് കൊടുത്തത് K23 എന്നാണ്. അതായത് മനുഷ്യർക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഭൂമിയിലുള്ളതുപോലെ തന്നെ ജീവിക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് അത് വലിയൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. പിന്നീട് ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ അഗസ്റ്റിനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയവും ആരാധനയും ഇതെല്ലാം തോന്നുന്നുണ്ട്. അവളുടെ കൂടെ ജീവിക്കാന്ന് തന്നെ അഗസ്റ്റിൻ തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ മാറിയിട്ട് അഗസ്റ്റിൻ ചാടി എഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമായിട്ടുണ്ട്, ഒറ്റയ്ക്ക് വയ്യാത്തൊരു അവസ്ഥയാണ്. എന്നാൽ ഇവിടെ വേറെ ആരുമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ അഗസ്റ്റിൻ ചെയ്യണം. മരുന്ന് കുടിക്കണം, പിന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ അഗസ്റ്റിൻ അവിടെ നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഭൂമിയുടെ മുകളിലായിട്ട് ഒരുപാട് സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഇപ്പോൾ ആക്റ്റീവ് ഒന്നുമല്ല, വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഗസ്റ്റിൻ. ഇപ്പോൾ കുറെ നേരം പരിശോധിച്ചിടും, അങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുന്ന ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്, ഈതർ. ഇതുമായിട്ട് സിഗ്നൽ കണക്ട് ആവുന്നുണ്ട്. എന്നാലും അവരുമായിട്ട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയുന്നില്ല. അതിന് ഈതർ എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ് ഷിപ്പ് കുറച്ചുകൂടെ ഭൂമിയുടെ അടുത്തേക്ക് വരണം. അപ്പൊ അതിനായിട്ട് ഈ അഗസ്റ്റിൻ കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഒരു പ്രത്യേക മിഷനുമായിട്ട് പോയ ആ ഒരു ടീമിനെ കുറിച്ച് അഗസ്റ്റിൻ പഠിക്കുന്നുമുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് അഗസ്റ്റിൻ കണ്ടുപിടിച്ച ആ ഒരു ഗ്രഹം ഉണ്ടല്ലോ, K23, ഭൂമിയെ പോലെ തന്നെ നല്ല മനോഹരമാണ്. ഇപ്പൊ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് വെള്ളത്തിന്റെ സാമ്പിൾ കളക്ട് ചെയ്യാണ്. അന്ന് ആ ഒരു ടീമിലുണ്ടായിരുന്ന, അതായത് ആ ഗ്രഹത്തിലേക്ക് പോയ ടീമിലുണ്ടായിരുന്ന സള്ളി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. എന്നാൽ സാമ്പിൾ എല്ലാം കളക്ട് ചെയ്ത് അവളുടെ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് മടങ്ങി വരുമ്പോഴേക്കും സ്പേസ് ഷിപ്പ് ആ ഒരു ഗ്രഹം വിട്ട് പോയായിരുന്നു. അവൾ ഉറക്കനെ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല കേട്ടോ. പെട്ടെന്നാണ് അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നത്. അതായത് സള്ളി ഇപ്പോഴും ഉള്ളത് അതേ സ്പേസ് ഷിപ്പിൽ തന്നെയാണ്. മാത്രമല്ല ആളൊരു ഇച്ചിരി വീക്കായി വരികയാണ്. അത് അസുഖം കൊണ്ടൊന്നുമല്ല, ആളിപ്പോ പ്രഗ്നന്റ് ആണ്. മാത്രമല്ല സള്ളിയാണ് ഈ ഒരു സ്പേസ് ഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ. അതുപോലെ ഈ ഒരു ടീമിന്റെ കമാൻഡർ ഉണ്ട്, ആളുടെ പേര് ജോർദാൻ എന്നാണ്. ഈ ജോർദാനാണ് സള്ളിയുടെ ഹസ്ബൻഡ്. പിന്നെ വേറൊരു ചെറിയ പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് മായ എന്നാണ്. ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് അവള്. നല്ല കഴിവും സ്കില്ലുള്ള ആളാണ്. പ്രായമൊന്നും അതിനൊരു പരിധിയല്ലല്ലോ. പിന്നെ കോ പൈലറ്റ് ആയിട്ടുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടോം, അതുപോലെ തന്നെ സയന്റിസ്റ്റ് ആയിട്ടുള്ള മൈക്കിൾ. ഈ 5 പേരാണ് ഈ ഒരു ടീമിലുള്ളത്. ഓരോരുത്തരും അവരുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരിപ്പോ ആ ഒരു K23 എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ പോയിട്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കുറച്ചും കൂടെ ദൂരം പോയാൽ മതി നമ്മുടെ ഭൂമിയിലേക്ക് എത്താനായിട്ട്. മാത്രമല്ല പിന്നീട് ആ ഒരു സ്പേസ് ഷിപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. ബ്രഹ്മാണ്ഡമാണ്, വളരെയധികം വലുപ്പമുള്ള വളരെ മനോഹരമായ വലിയ
വലിയൊരു സ്പേസ് ഷിപ്പ്. അത് ആ ഒരു സ്പേസിലൂടെ പോകുന്നത് കാണാൻ തന്നെ ഒരു ഭയവും തോന്നും, അതിന്റെ കൂടെ തന്നെ വല്ലാത്തൊരു ഭംഗിയുണ്ട്. എനിക്കറിയില്ല, ചില ആളുകൾക്കൊക്കെ സ്പേസിന്റെ വീഡിയോ കാണുമ്പോൾ ഉള്ളിലൊരു ഭയം വരാറുണ്ട്. എന്റെ സിസ്റ്ററൊക്കെ ആ ഒരു ടൈപ്പിലാണ്. അവൾക്ക് ഞാൻ ഈ ടൈപ്പ് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പേടിയാ, ഞാൻ കാണില്ല എന്ന് പറയും. ഈ ഒരു തരത്തിലുള്ള വീഡിയോ, അതായത് സ്പേസിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കൺസെപ്റ്റ്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പേടി തോന്നാറുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സ് പറയും കേട്ടോ. അതുപോലെ തന്നെ സെർലി കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഭൂമിയിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 3 ആഴ്ചയായിട്ട് കണക്ട് ആവുന്നില്ല. അവിടെ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഭൂമിയുടെ അവസ്ഥ ഇത്രയും വേസ്റ്റായി നിൽക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഇതിനുശേഷം നമ്മുടെ അഗസ്റ്റിനെ കാണിക്കുകയാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ബൗളിൽ കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് നേരെ ടേബിളിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ മറ്റൊരു ബൗൾ കാണുകയാണ്. ഇതെങ്ങനെയാ മറ്റൊരു ബൗൾ ഇവിടെ? പിന്നീട് അഗസ്റ്റിന് തന്നെ മനസ്സിലായി ഓർമ്മക്കുറവ് അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഒരു ബൗൾ കൊണ്ടുവച്ചായിരുന്നു, മറന്നുപോയതാണ്. പിന്നീട് 2 ബൗളിലെയും ഫുഡ് ഒന്നിലാക്കിയിട്ട് കഴിക്കുകയാണ്. മാത്രമല്ല വേറെ ഏതെങ്കിലും ഒബ്സർവേറ്ററി, ഇതുപോലെ ആകാശവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും റിസർച്ച് സെന്റർ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയാൽ മാത്രം പോരെ, അത് വർക്കിംഗ് കണ്ടീഷൻ കൂടി ആയിരിക്കണം. ഇതിനിടയിൽ കിച്ചന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് അലാറം അടിക്കുന്നുണ്ട്. ഓടിച്ചു നോക്കുമ്പോൾ അവിടെ ആകെ തീ പിടിച്ചിരിക്കുകയാണ്. വേഗം തന്നെ അത് മുഴുവനായിട്ടും അഗസ്റ്റിൻ കെടുത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അഗസ്റ്റിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നത്. ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകുട്ടി പേടിച്ചരണ്ട് ആ ഷെൽഫിന് താഴെ അങ്ങനെ ഇരിക്കുന്നത്. അഗസ്റ്റിൻ ആകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം 3 ആഴ്ച മുന്നേ ഇവിടെ നിന്നും എല്ലാവരും തിരിച്ചു പോയതാ. പിന്നെ എങ്ങനെ ഈ ഒരു കുട്ടി മാത്രം ഇവിടെ ഒറ്റയ്ക്കായി പോയത്? അതുകൊണ്ട് തന്നെ അന്ന് പോയ ആ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്ത് ഈ പെൺകുട്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും വരുന്നില്ല. അതായത് അങ്ങോട്ടേക്ക് മെസ്സേജ് ഒന്നും പോകുന്നുണ്ടാവില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ നോക്കിയിട്ട് അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് അവൾ പതിയെ എഴുന്നേറ്റ് അപ്പുറത്തൊരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് അവളുടേതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അതായത് അഗസ്റ്റിൻ എന്ത് തന്നെ ചോദിച്ചിട്ടും അവൾ യാതൊരു മറുപടിയും പറയുന്നില്ല. ആകെ വയ്യാതെ കിടക്കുകയാണ് അഗസ്റ്റിൻ. അതിന്റെ കൂടെ ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ നോക്കണല്ലോ, ആകെ കുടുങ്ങിയതുപോലെ ആവുകയാണ്. പിന്നീട് ഒരു ദിവസം ഈ ഒരു പെൺകുട്ടി നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളുടെ ആ ഒരു പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഐറിസ് എന്നാണ് അവളുടെ പേര്. അങ്ങനെ ചുമ്മാ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അലാറം അടിക്കുകയാണ്. അതായത് ആ ഒരു ഈതർ എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പ് ഒരു നിശ്ചിത ദൂരത്തിലേക്ക്, അതായത് ഭൂമിയോട് അടുത്ത് കഴിഞ്ഞാൽ അലാറം അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെയാണ് ഈ അലാറം അടിച്ചിരിക്കുന്നത്. സോ വേഗം തന്നെ അഗസ്റ്റിൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഒരു ഈതർ എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ഇവിടെയുള്ള ഈ ഒരു സിസ്റ്റങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ട് അഗസ്റ്റിൻ ഇതെല്ലാം നന്നാക്കാൻ നോക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഐറിസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവളും ആ ഒരു സ്പേസ് ഷിപ്പ് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം അവളുടെ മനസ്സിലുണ്ട്. അഗസ്റ്റിൻ അത് മനസ്സിലായി. അതുകൊണ്ട് അഗസ്റ്റിൻ പറയാണ് K-23 എന്ന ഗ്രഹത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരാണ് ഈതർ എന്ന ഒരു സ്പേസ് ഷിപ്പിലുള്ളത്. അവരിപ്പോൾ നമ്മുടെ ഭൂമിയിലേക്കാണ് വരുന്നത്. പക്ഷെ ഭൂമി ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട, തിരിച്ചു പോകണം എന്ന് പറയാനാണ് ഈ ഈതർ എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പുമായിട്ട് അഗസ്റ്റിൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗസ്റ്റിന് തീരെ വയ്യാതാവുന്നുണ്ട്, ഛർദ്ദിക്കാനൊക്കെ വരികയാണ്, ബാത്റൂമിലേക്ക് പോവാണ്. ആകെ ടയേർഡായി പിന്നീട് കിടക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഐറിസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ ആ ഒരു ബെഡും തലയാണിയും ഇതെല്ലാം എടുത്ത് ആ റൂമിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ അഗസ്റ്റിൻ എന്താക്കി, ഇവിടെ കിടക്കണ്ട, നീ അപ്പുറത്ത് പോയി കിടന്നു, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവളെ അപ്പുറത്തെ റൂമിൽ കൊണ്ടാക്കുകയാണ്. പിന്നീട് അഗസ്റ്റിൻ വന്ന് കിടന്ന സമയത്ത് പെൺകുട്ടി അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ എന്തോ ഇപ്പൊ പേടിയാണ്. ഈ സമയത്ത് അഗസ്റ്റിൻ തലക്ക് കൈയും വെച്ച് ശല്യമായല്ലോ ഇത്, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. അതായത് അഗസ്റ്റിൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും അല്ലെങ്കിൽ ഏകാന്തമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അഗസ്റ്റിൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് മെസ്സേജ് ആ ഒരു ഷിപ്പിലേക്ക് പോവാത്തതെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആന്റണിക്ക് എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട്. അത് പുറത്തു പോയി നന്നാക്കണമെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഒടുക്കത്ത തണുപ്പാണ്, പിന്നെ ഭയങ്കര കാറ്റും. അതായത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരവിച്ച് മരിച്ചു പോകും. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരുന്ന് അഗസ്റ്റിൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് പതിയെ അഗസ്റ്റിന്റെ അടുത്തേക്ക് ഉരുട്ടി വിടുന്നുണ്ട്. ആദ്യമൊന്നും അഗസ്റ്റിന് അതൊട്ടും ഇഷ്ടമായില്ല. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല തോന്നുന്നു, പക്ഷെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. കുറെ നേരം കഴിഞ്ഞപ്പോൾ അഗസ്റ്റിന്റെ ആ ഒരു മൂഡൊക്കെ മാറുകയാണ്, ഒരു ഹാപ്പി മൂഡിലേക്ക് വന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ആ ഒരു ഗ്രീൻ പീസ് തട്ടി അയാൾ കളിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഈതർ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഷിപ്പിലാണ്. അതായത് കമാൻഡർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഭൂമിയിൽ നിന്നും യാതൊരു മെസ്സേജ് അവർക്ക് കിട്ടുന്നില്ല. ഇനി ഭൂമിയിലേക്ക് പോകണോ അല്ലെങ്കിൽ K-23 എന്ന് പറഞ്ഞ ഒരു ഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകണോ, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ടീമിലുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും അവരുടെ ആ ഒരു ഫാമിലിയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കമാൻഡറായിട്ടുള്ള ജോർദാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം വേഗം എടുത്തേ മതിയാവുള്ളൂ. ഇതിനുശേഷം വീണ്ടും അഗസ്റ്റിനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ബ്ലഡ് എല്ലാം പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആ ഒരു ബെഡിൽ പോയി കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഐറിസും വരുന്നുണ്ട്. അവിടെയുള്ള ഓരോ സാധനത്തിൽ തട്ടിയും തലോടിയും അവൾ അങ്ങനെ പോവുകയാണ്. ഇപ്പൊ അഗസ്റ്റിൻ അവളോട് അരികിൽ വന്ന് കിടക്കാൻ പറയാണ്. അവിടെ കിടക്കുന്ന സമയത്ത് ആകാശം നന്നായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ ഒരു നക്ഷത്രത്തിനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഈ നക്ഷത്രത്തിന് ഒരു കഥയുണ്ട്, അതെന്താണെന്ന് ഐറിസെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അവൾ ആന്ന് പറഞ്ഞിട്ട് തലയാട്ടുകയാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റിയാൽ ആ നക്ഷത്രം ഭൂമിയുടെ എവിടെയായിരുന്നാലും നമ്മൾക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട്. നമ്മുടെ ഈ ഒരു പ്രപഞ്ചം എന്തൊരു അത്ഭുതമാണല്ലേ. ഇതേ സമയത്ത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അഗസ്റ്റിൻ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് അയാളുടെ ഭാര്യ വന്നു. അഗസ്റ്റിൻ കാര്യമായിട്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യ പറയാണ്, അഗസ്റ്റിൻ നിങ്ങൾ പേടിക്കണ്ട, ഞാനിപ്പോ ഗർഭിണിയല്ല. എന്നാൽ ഇതൊന്നും അഗസ്റ്റിൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. ആളൊരു വർക്കഹോളിക്കാണ്, ഒരു ഇച്ചിരി സെൽഫിഷുമാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ ആ ഒരു സ്നേഹം
സ്നേഹവും അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇതിലൊന്നും ഇവൻ വലിയ വിലയൊന്നും കാണിക്കാറില്ല. എപ്പോഴും ജോലി ചെയ്യുക ആ ഒരു മൈൻഡ് മാത്രമാണ്. ഇതൊരു പരിധി കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതെയായി. അവരവനെ വിട്ടു പോയി. പിന്നീട് അവന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകാന്തമായിരുന്നു, കൂടെ ആരുമില്ല. എന്നാൽ അവന്റെ ആ ഒരു ജോലി നന്നായിട്ട് തന്നെ അഗസ്റ്റിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവൻ ഇഷ്ടം അതാണ്. ബന്ധങ്ങളെക്കാൾ, ഫാമിലിയേക്കാൾ, ഭാര്യയേക്കാൾ, എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അവൻ ഇഷ്ടപ്പെട്ടത് സയൻസ് ആണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, ഇപ്പൊ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് അഗസ്റ്റിൻ ആ ഒരു റിസർച്ച് സെന്ററിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിഗ്നൽ കിട്ടി. അപ്പൊ ഒരു മാസ്ക് എല്ലാം ഇട്ട് സിഗ്നൽ കിട്ടി ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് കാക്കകൾ ഇവിടെ നിലത്ത് വീണ് ചത്ത് കിടക്കുകയാണ്. അപ്പൊ അഗസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ഒരിക്കലും ഒരു കാരണവശാലും അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് കാക്കകൾ വരില്ല. എന്നിട്ടും ഇങ്ങോട്ടേക്ക് കാക്കകൾ വരണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലം അത് അത്ര മോശമായതുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈദർ എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ്ഷിപ്പിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അവരോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം, അവരെ തിരിച്ചയക്കണം. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. പിന്നീട് നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മറ്റൊരു ഒബ്സർവേറ്ററി നമ്മുടെ അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. അഗസ്റ്റിന് ഓൾറെഡി അസുഖം ഉണ്ടല്ലോ, സോ അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഐറിസിന് ആവശ്യമായിട്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്യാണ്. മാത്രമല്ല അവൾക്കായിട്ട് ഒരു മാസ്കും കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ എയറൊക്കെ ഭയങ്കരമായിട്ട് പൊല്യൂട്ട് ആയിരിക്കുകയാണ്. ശ്വസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശ്വാസമുട്ടലൊക്കെ വരാം. അങ്ങനെ ഇതെല്ലാം തയ്യാറാക്കി ഇവരിനി പോകാൻ പോകുന്നത് ഈ ഐസിലൂടെയൊക്കെ പോകുന്ന ഒരു പ്രത്യേകതരം വെഹിക്കിൾ ഉണ്ടല്ലോ, സ്കൂട്ടർ. അതിന്റെ പേരെന്താണെന്ന് അറിയില്ല, തൽക്കാലം നമുക്ക് സ്കൂട്ടർ എന്ന് പറയാം. അതെടുത്തുകൊണ്ടാണ് അടുത്ത ഒബ്സർവേറ്ററിയിലേക്ക് അഗസ്റ്റിനും ഐറിസും പോകുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്. ഒരുപാട് റിസ്ക്കുള്ള ആ ഒരു യാത്ര ചെയ്യാൻ തന്നെ അഗസ്റ്റിൻ തീരുമാനിച്ചപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ഈദർ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഷിപ്പിലാണ്. കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ സള്ളി പരമാവധി തന്നെ ഭൂമിയിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും കോൾ കണക്ട് ആയിട്ടില്ല, ഒരു മെസ്സേജ് പോകുന്നില്ല. കാരണം ഭൂമിയിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇപ്പം നിലവിലില്ല. അതുപോലെ മായ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് അവളുടെ ഫാമിലിയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെയുള്ള മറ്റൊരാൾ, അതായത് നമ്മുടെ കോപ്പൈലറ്റ് ആയിട്ടുള്ള ടോം എപ്പോഴും നമ്മുടെ മായയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളെ പോലെയായിട്ടാണ് മായയെ കാണുമ്പോൾ ടോമിന് തോന്നുന്നത്. അദ്ദേഹത്തിന് മായയോട് വല്ലാത്തൊരു വാത്സല്യമാണ്, തന്റെ മകളെ കാണുന്നത് പോലെ തന്നെ തോന്നും. അതുപോലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള മൈക്കിളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കമാൻഡർ ആയിട്ടുള്ള ജോർദാൻ, അതുപോലെ തന്നെ സള്ളി ഭാര്യയും ഭർത്താവാണല്ലോ, അവരവരുടേതായ ടൈം ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്പേസ് ഷിപ്പ് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ആംഗിൾ ചെറിയത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത്. പക്ഷെ അതുപോലും ഇവരുടെ സ്പേസ് ഷിപ്പിന് വലിയ ഡാമേജ് ഉണ്ടാക്കും. അതായത് ഇവർ പോകുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 30,000 km/h ആണ്. ഇപ്പൊ ഷിപ്പിലുള്ള എല്ലാവരും വേഗം തന്നെ അലേർട്ട് ആവുകയാണ്. എല്ലാവരും അവരുടേതായ ആ ഒരു ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം, ഇവരത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പൊ ചെറിയൊരു ആംഗിൾ ചേഞ്ച് വന്നില്ലേ, അത് മാറ്റാനൊന്നും കഴിയില്ല. ആ ഒരു ഡയറക്ഷനിൽ തന്നെ ഇവർ പോകണം. അങ്ങനെ ആ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് ഇവർക്ക് മറ്റൊരു സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ഉൽക്കകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറച്ച് അപകടം പിടിച്ച ഏരിയ ആണത്. എന്നാൽ അതിലൂടെ പോവല്ലാതെ വേറൊരു വഴിയില്ല. ഇവിടെ സീൻ കട്ടായി വീണ്ടും ഭൂമിയിൽ കാണിക്കുകയാണ്. അഗസ്റ്റിനും ഐറിസും ആ ഒരു ഐസ് സ്കൂട്ടർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ കഴിയില്ല. രാത്രിയാകുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടെന്റെല്ലാം അടിച്ച് അവിടെ കിടന്നുറങ്ങി വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെ ഇന്ന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് അഗസ്റ്റിൻ ഒരു കാര്യം കാണുകയാണ്. തകർന്നു വീണ ഒരു ഫ്ലൈറ്റ്. അതിന് ചുറ്റുമായിട്ട് ഒരുപാടധികം ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് വെടിവെച്ച് ശബ്ദം ഉണ്ടാക്കി അവറ്റകൾ ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് അഗസ്റ്റിൻ ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. അതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് ആയിരുന്നില്ല, ഒരു പണക്കാരനായിട്ടുള്ള ആളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് പിന്നീട് അഗസ്റ്റിൻ കയറി നോക്കുന്ന സമയത്ത് വളരെയധികം വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ട്. ആർക്കും വേണ്ടാതെ ആ ഒരു മഞ്ഞിൽ അതങ്ങനെ വെറുതെ കിടക്കുകയാണ്. മാത്രമല്ല ഫ്ലൈറ്റിന്റെ ഒരു ഭാഗത്തായിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഫ്ലൈറ്റിൽ വന്ന ഇതിന്റെ ഓണർ ആയിട്ടുള്ള ആ ഒരു മനുഷ്യൻ തന്നെയാണ്. തണുപ്പ് കാരണം ശരീരത്തിന്റെ പല ഭാഗവും മരവിച്ചു പോയി. എന്നിട്ടും അയാളുടെ ജീവൻ പോയിട്ടില്ല. അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അയാൾ ഫീൽ ചെയ്യുന്നുണ്ട്. വേദന കൊണ്ട് ആ മനുഷ്യൻ എത്രയോ ദിവസമായിട്ട് ഇവിടെ കിടക്കുകയാണ്, ഇപ്പോഴും മരിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന അഗസ്റ്റിനെ ഇയാൾ വിളിക്കുന്നുണ്ട്. ഇയാൾക്കൊന്ന് തല പൊക്കാൻ പോലും കഴിയുന്നില്ല. അഗസ്റ്റിന്റെ ചെവിയിൽ എന്തോന്ന് പറയുന്നുണ്ട്. അപ്പൊ അഗസ്റ്റിൻ അത് ഞാൻ ചെയ്യാന്ന് പറയാണ്. ഇതേ നേരം തന്നെ പുറത്ത് ഒറ്റയ്ക്കുന്നു പേടിച്ച ഐറിസ് ഉള്ളിലേക്ക് വരാൻ നോക്കുമ്പോൾ നീ ഇവിടെ നിൽക്കേണ്ട, പുറത്തേക്ക് പൊയ്ക്കോന്ന് പറയാണ്. പുറത്തേക്ക് പോയ സമയത്ത് ഒരു വെടിയൊച്ച കേൾക്കുകയാണ്. അതായത് ആ മനുഷ്യൻ അഗസ്റ്റിനോട് ചോദിച്ചത് എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ എന്നാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യം അയാൾക്ക് ചെയ്തു കൊടുക്കാനില്ല. അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അഗസ്റ്റിൻ അയാളെ കൊന്നുകളഞ്ഞ് ആ ഒരു വല്ലാത്ത മാനസിക വിഷമത്തിൽ അഗസ്റ്റിൻ ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് വിട്ട് പുറത്തേക്ക് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ സമ്പന്നനാണ് അതിന്റെ ഉള്ളിലാ കിടക്കുന്നത്, എത്ര വലിയ സമ്പത്താണ് ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതൊന്നും ആർക്കും വേണ്ട. ചില സമയങ്ങൾ അങ്ങനെയാണ്. പിന്നീട് അഗസ്റ്റിൻ ഐറിസിനെയും കൂട്ടി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലൊക്കെ ടെന്റ് അടിച്ച് താമസിക്കും. പക്ഷേ അഗസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു മെഷീൻ വെച്ച് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് അഗസ്റ്റിനെ വിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പോയല്ലോ. അതിനുശേഷം ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും അഗസ്റ്റിൻ കാണുകയാണ്. അപ്പോൾ അവരുടെ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഇപ്പൊ ഭാര്യയോട് അഗസ്റ്റിൻ സംസാരിക്കുകയാണ്. അതേതാ കുട്ടി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അവന്റെ ഭാര്യ പറയാണ് അതിന് സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ പരിചയപ്പെടും
പരിചയപ്പെടുത്താം. പിന്നെ വേറൊരു കാര്യം, അഗസ്റ്റിനെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ അവനോട് സംസാരിച്ചുകൊണ്ടാണ് അഗസ്റ്റിന്റെ ഭാര്യ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ സീൻ കട്ടായി വീണ്ടും കാണിക്കുന്നത് ഈതർ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഷിപ്പിലാണ്. നമ്മുടെ സൊള്ളി പ്രഗ്നന്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ടൈം ഇന്റർവെല്ലിലും അവളുടെ ദേഹത്ത് ചെക്കപ്പും കാര്യങ്ങളും നടത്തണം. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മായയാണ്. ആ സമയത്ത് മായ സള്ളിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്നറിയാൻ ആഗ്രഹമുണ്ടോ നിനക്ക്? ആ സമയത്ത് സള്ളി പറയുന്നത്, ആണായാലെന്താ പെണ്ണായാലെന്താ, എനിക്ക് എന്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടിയാൽ മാത്രം മതി. എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സള്ളി ഈ ഒരു കാര്യം ഹസ്ബൻഡായിട്ടുള്ള ജോർദാനോട് പറയുന്നുണ്ട്. ജോർദാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിന് എന്താ പേര് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സള്ളിയും ഈ ജോർദാനും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ സീൻ കട്ടായി വീണ്ടും നമ്മുടെ അഗസ്റ്റിനെ കാണിക്കുകയാണ്. നന്നായിട്ട് മഞ്ഞുണ്ട്, തണുത്ത കാറ്റുണ്ട്. അപ്പൊ ആ ഒരു ആർട്ടിക് പ്രദേശത്തിലൂടെ ഐറിസിനെയും കൂട്ടി ആ ഒരു ബൈക്കിൽ അഗസ്റ്റിൻ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആർട്ടിക്കിന്റെ ആ ഒരു പല പ്രദേശത്തായിട്ട് കണ്ടെയ്നേഴ്സ് കാണുന്നുണ്ട്. എന്തൊക്കെയോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചതാ തോന്നുന്നു. അപ്പൊ അതിലൊരെണ്ണം കാണിച്ച് ഐറിസ് നമുക്ക് അവിടെ നിൽക്കാന്ന് പറയുന്നുണ്ട്. അതായത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുത്ത കാറ്റായിരുന്നു. അപ്പൊ അഗസ്റ്റിന് വിചാരിക്കുകയാണ് ശരിയാണ്, തൽക്കാലം അതിന്റെ ഉള്ളിൽ പോയി കിടക്കുക. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി അത്യാവശ്യം തണുപ്പ് ഒരിച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐറിസ് എന്താക്കി, അവളുടെ ഡ്രോയിങ് ബുക്ക് എടുക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയാണ്. ഈ സമയത്ത് അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ച് പറയാണ്. അവൾക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, എനിക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, എന്നാലും എനിക്ക് എന്തോ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഐറിസ് ഒന്ന് മുഖത്തേക്ക് നോക്കുകയെ അല്ലെങ്കിൽ അതിന് മറുപടി പറയുക ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അഗസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചൂടെ? ആ നേരത്ത് ഐറിസ് അഗസ്റ്റിന്റെ നെഞ്ചു കൊള്ളുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചായിരുന്നു? ഇതുവരെ സംസാരിക്കാത്ത ഐറിസ് ആദ്യമായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഐറിസിന്റെ ആ ഒരു ചോദ്യം അത് അയാളുടെ നെഞ്ചിൽ തന്നെ തട്ടി. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കാണ്. അതായത് ഐറിസ് സംസാരിക്കുന്നതായിട്ട് കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നു. മാത്രമല്ല ഇതൊരു ആർട്ടിക് പ്രദേശമാണല്ലോ, കടലാണ് ഇവിടെ. മുകൾ ഭാഗത്ത് ഐസായി കിടക്കുന്നതേ ഉള്ളൂ, അടിയിൽ വെള്ളമാണ്. അപ്പൊ ഇവര് നിൽക്കുന്ന ആ ഒരു ഭാഗം ഇപ്പൊ ചെറുതായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു വെള്ളമൊക്കെ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവർ കയറി വന്ന ഡോറിന്റെ ആ ഒരു ഭാഗമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതിലൂടെ പോകാൻ കഴിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഐറിസിനെ രക്ഷപ്പെടുത്തണം. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ചില്ല് പൊട്ടിച്ച് അതിലൂടെ അവളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം അഗസ്റ്റിൻ പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ അവന്റെ ആ ഒരു മെഡിക്കൽ കിറ്റ് ആണെങ്കിൽ അപ്പുറഭാഗത്താണ് ഉള്ളത്. അതെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, ഇറങ്ങിയിട്ട് കാര്യമില്ല, ഇയാൾ പെട്ടെന്ന് മരിച്ചു പോകും. എന്തായാലും അഗസ്റ്റിൻ എങ്ങനെയൊക്കെയോ ആ ഒരു മെഡിക്കൽ കിറ്റ് എടുത്ത് അതിലൂടെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും അവിടെയുള്ള ആ ഒരു ഐസ് പാളിയൊക്കെ ഉരുകിയിട്ട് ഈ കണ്ടെയ്നർ പൂർണ്ണമായിട്ടും താഴേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഗസ്റ്റിൻ പുറത്തേക്ക് എടുത്ത് ചാടുന്നത്. പിന്നീട് വേഗം തന്നെ ആ ഒരു ഐസ് സ്കൂട്ടർ അവിടെ നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഐസ് സ്കൂട്ടറും നമ്മുടെ അഗസ്റ്റിനും കൂടെ ഉണ്ടായിരുന്ന ആ മെഡിക്കൽ കിറ്റ് ബാഗും ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് താന്നു പോവുകയാണ് കേട്ടോ. ആ ബൈക്ക് എന്തായാലും മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും ആ ഒരു കിറ്റ് എടുക്കാൻ പരമാവധി അഗസ്റ്റിൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവസാനം വെള്ളത്തിന്റെ മുകളിലേക്ക് ഒരുവിധം നീന്തി കയറി വരികയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് നനയാത്ത കോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഐറിസ് ആണ്. പിന്നീട് അവർ രണ്ടുപേരും കയ്യിൽ ഒന്നുമില്ലാതെ ആ തണുപ്പത്തോട് അങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ്. രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഗുഹ പോലുള്ള സ്ഥലത്ത് പോയിട്ട് വിശ്രമിക്കും. പകല് സൂര്യപ്രകാശം വരുമ്പോൾ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ആ സമയത്തെല്ലാം ഇവരുടെ ചുറ്റും ചെന്നായ്ക്കൾ അങ്ങനെ കൂടുന്നുണ്ട്. ഇവരിവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പച്ച ഇറച്ചി അവറ്റകൾക്ക് തിന്നാലോ. എന്നാൽ ഐറിസിന് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അവളെ അഗസ്റ്റിൻ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശക്തമായ മഞ്ഞുകാറ്റും ഇരുണ്ട് വെളിച്ചവും ഇതൊക്കെ കൂടി ആയപ്പോൾ അഗസ്റ്റിന് ചുറ്റുമുള്ളൊന്നും കാണാൻ കഴിയുന്നില്ല. ചെന്നായ്ക്കൾ ചുറ്റും കൂടിയിട്ടുണ്ട്. അവറ്റകളെ പേടിപ്പിക്കാനായിട്ട് തന്നെ ഗണ്ണൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ശക്തമായ കാറ്റിന്റെ ഇടയിൽ അഗസ്റ്റിന്റെ കൈ വിട്ടുപോവാണ്. ഐറിസ് എങ്ങോട്ടോ പോയി. കുറെ നേരം നോക്കിയിട്ടും അവളെ കാണാനില്ല. ചെന്നായ്ക്കളൊക്കെ ആണെങ്കിൽ ഇതിലൂടെ വട്ടിട്ട് നടക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് 2-3 തവണ അഗസ്റ്റിൻ പൊട്ടിക്കുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ കുറച്ചധികം സൂര്യപ്രകാശം വരുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. തണുപ്പ് കാരണം നിലത്ത് വീണുപോയ അഗസ്റ്റിന്റെ അടുത്തേക്ക് ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് വരികയാണ്. അതായത് അഗസ്റ്റിന് തോന്നുകയാണത്. പിന്നീട് അവര് അഗസ്റ്റിന് കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഇലൂഷൻ മാറി ശരിക്കും എന്താണെന്നുള്ളത് കാണുകയാണ്. അതായത് ഐറിസ് വന്നിട്ടാണ് അഗസ്റ്റിന് കൈ കൊടുത്തത്. പിന്നീട് എങ്ങനെയൊക്കെയോ അഗസ്റ്റിൻ എഴുന്നേൽക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയൊക്കെയോ ശോഷിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരെന്ത് തേടിയാണോ വന്നത് ആ ഒരു സ്ഥലത്തേക്ക് അധികം വൈകാതെ തന്നെ അഗസ്റ്റിനും ഐറിസും എത്തുകയാണ്. അതായത് നിലവിൽ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്ന ഒരു സ്പേസ് ഒബ്സർവേറ്ററി. അവിടെ എത്തിയ വാർഡേനെ അഗസ്റ്റിൻ ഈതർ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ പരിപാടി തന്നെ ഈതർ എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പിൽ ഇരുന്നുകൊണ്ട് സള്ളിയും ശ്രമിക്കുന്നുണ്ട്. അവസാനം ഈ ഒരു കോള് കണക്ട് ആവുകയാണ്. 3-4 ആഴ്ചയോളായിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഭൂമിയിലേക്ക് ഒരു കോള് കണക്ട് ആവുന്നത്. മറുഭാഗത്ത് നിന്ന് അഗസ്റ്റിൻ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സള്ളിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. വേഗം തന്നെ ഭർത്താവും അതുപോലെ തന്നെ കമാൻഡറോ ആയിട്ടുള്ള ജോർദാനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇതേ നേരം അഗസ്റ്റിനും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അവർ കിട്ടിയല്ലോ, അവരോട് കാര്യങ്ങൾ പറയാലോ. എന്നാൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ കോള് ഡിസ്കണക്ട് ആവുകയല്ല, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. അങ്ങനെയൊക്കെയാ കേൾക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരുടെ ഈ ഒരു ദിശ ചെറുതായിട്ടൊന്ന് മാറി മറ്റൊരു ദിശയിലൂടെയാണല്ലോ ഇവർ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിലൂടെ പോകുമ്പോൾ റിസ്ക് അവർ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ചെറിയ ചെറിയ ഉൽക്കയുടെ കല്ലുകൾ വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു ഷിപ്പിൽ തട്ടാം. അവർ പേടിച്ചതുപോലെ തന്നെ ഇപ്പൊ സംഭവിക്കുകയാണ്. ഒരുപാട് ചെറിയ ചെറിയ കല്ലുകൾ വന്നിട്ട് ഷിപ്പിന്റെ പല ഭാഗത്തായിട്ട് തട്ടി ഷിപ്പിന്റെ പല ഭാഗവും ഡാമേജ് ആവുകയാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിനുമായിട്ട് ഇവർക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. ഇതിൽ പ്രധാനമായിട്ടും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസുകൾ റഡാർ ഇതിനൊക്കെയാണ് തകരാറ് വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പരമാവധി ബാക്കിയുള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സള്ളി ആണെങ്കിൽ അഗസ്റ്റിനുമായിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോള് വൃത്തിയിൽ കണക്ട് ആവുന്നില്ല. പിന്നീട് കമാൻഡറും അതുപോലെ തന്നെ ടോം ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഷിപ്പിന്റെ പല ഭാഗത്തായിട്ട് ഡാമേജ് ആയിട്ടുണ്ടല്ലോ ആ ഒരു സ്പോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. അതായത് ഇതിനെയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് റീജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയൊക്കെ ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഒരു 3 പേര് പുറത്തേക്ക് പോയിട്ട് ഫിസിക്കലായിട്ട് ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം. സോ കമാൻഡർ അത് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുകയാണ്. ഒന്ന് കമാൻഡർ തന്നെ, പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സള്ളി, മൂന്നാമത് എഞ്ചിനീയർ ആയിട്ടുള്ള മായ. അങ്ങനെ ഇവർ 3 പേരും കൂടെ സ്പേസ് സ്യൂട്ട് എല്ലാം ഇട്ട് സ്പേസിലേക്ക് ഇറങ്ങി ഈ ഒരു ഷിപ്പിന്റെ ഡാമേജ് അത് തീർക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ മായ ആദ്യമായിട്ടാണ് സ്പേസ് വാക്ക് നടത്താൻ പോകുന്നത്. അതിന്റെ ആ ഒരു ടെൻഷനും എക്സൈറ്റ്മെന്റും എന്തൊക്കെയോ അവളുടെ ഉള്ളിലുണ്ട്. എന്തായാലും ഇവർ 3 പേരും കൂടെ സ്യൂട്ടെല്ലാം ഇട്ടുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ഷിപ്പിന്റെ വലിപ്പവും അതുപോലെ തന്നെ എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ളത് അവൾ നേരിട്ട് കാണുന്നത്. അതായത് മായ അവൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ ആ ഒരു ഇരുട്ടിൽ കാണുന്ന വ്യത്യസ്തമായ കളറുകളും വെളിച്ചങ്ങളും അനന്തതയും. ഇതിനൊക്കെ ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന സൗന്ദര്യങ്ങൾ ഉണ്ടായിരുന്നു. അവൾ അത് ആസ്വദിക്കുകയാണ്. അവളെ പോലെ തന്നെ ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രത്യേക വികാരം തോന്നുന്നുണ്ടോ? ഓക്കെ, എന്തായാലും സ്പേസിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ആവും കേട്ടോ. എന്തൊക്കെയോ ഒരു ഫീൽ ഇങ്ങനെ ഉള്ളിലേക്ക് വരും. എന്തായാലും അവരെന്തിനിപ്പോ പുറത്തേക്ക് വന്നേ ആ ഒരു ജോലി നല്ല വൃത്തിയിൽ ചെയ്യാണ്. അപ്പൊ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൈക്കിളും അതുപോലെ തന്നെ ടോമും ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവർ തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും ഒരുപാട് ഉൽക്കകൾ അതിലൂടെ പാസ് ചെയ്ത് പോവാണ്. അത് ഇവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പ്രത്യേക സ്പേസ് തന്നെ ഷിപ്പിന്റെ പുറംഭാഗത്തുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് സള്ളി അതുപോലെ തന്നെ ജോർദാൻ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് കയറി നിന്ന് വേഗം തന്നെ മായ അങ്ങോട്ടേക്ക് വലിക്കുകയാണ്. അവൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു കല്ലുകൾ മുഴുവനായിട്ടും അവിടുന്ന് മാറിപ്പോവാണ്. എന്നാൽ ചെറിയൊരു പ്രശ്നം, മായയ്ക്ക് എവിടേക്കോ വേദന ആകുന്നത് പോലെ. അതുപോലെ തന്നെ അവളുടെ സ്പേസ് സ്യൂട്ടിന്റെ ഉള്ളിലേക്ക്, അതായത് ആ ഒരു ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി രക്തം വന്ന് നിൽക്കുകയാണ്. മായ ആകെ പേടിച്ചു പോവാണ്. അതുപോലെ തന്നെ ജോർദാനും സള്ളിയും ചെറിയൊരു അപകടം മണത്തോ രണ്ടുപേരും വേഗം തന്നെ ഷിപ്പിന്റെ ഒരു ഭാഗത്തേക്ക് കയറുകയാണ്. അതായത് ഈ ഭാഗത്തിന്റെ പ്രഷർ ഉള്ളിലുള്ളതുപോലെ അഡ്ജസ്റ്റ് ആയാൽ മാത്രമേ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ ടോമിനൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആകെ ടെൻഷനായി. പെട്ടെന്ന് തന്നെ മായയുടെ അടുത്തേക്ക് പോകാൻ അയാളിങ്ങനെ ധൃതി കൂട്ടുകയാണ്. ഇതേ നേരം തന്നെ മായയുടെ ആ ഒരു ഹെൽമെറ്റ് എല്ലാം പതിയെ ഊരുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ടോം അങ്ങോട്ടേക്ക് എത്തി പരമാവധി ഇവരെല്ലാവരും കൂടെ മായ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ശരീരത്തിൽ നിന്നും ഒരുപാട് രക്തം പോയി പാവം മായ മരണപ്പെടുകയാണ്. ഒരുപാട് കഴിവുകളുള്ള ടാലന്റ് ഉള്ള ജീവിതം തുടങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. എന്തായാലും അവളുടെ ആ ഒരു മരണത്തിൽ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ടോം. കാരണം ഒരു മകളെ പോലെയല്ലേ അവരെ കണ്ടത്. സ്വന്തം കുഞ്ഞൊക്കെ മരിച്ചു പോകുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇതിലും വലുത് വേറെ എന്തെങ്കിലും വരാനുണ്ടോ? ഇപ്പൊ അഗസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം ആകെ ക്ഷീണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഐറിസ് ഉണ്ട്. അവള് ചെറിയൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അഗസ്റ്റിനാണെങ്കിൽ വല്ലാത്തൊരു മാനസിക വിഷമാണ്. അതായത് അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഭൂമിയിലേക്ക് വരല്ലേ, ഇവിടുന്ന് തിരിച്ചു പോ എന്ന് മാത്രം അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി. പക്ഷെ ആ കാര്യങ്ങൾ പറയാനായിട്ട് മര്യാദക്കൊന്നും കോള് കണക്ട് ആവുന്നില്ല. ഇതിനുശേഷം വീണ്ടും സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. ടോമിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ്. മറ്റാരും കാണാതെ മറഞ്ഞിരുന്നുകൊണ്ട് അദ്ദേഹം കരയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം അദ്ദേഹം വിഷമിക്കുന്നുണ്ടാവും. എന്നാൽ ഈ സമയത്താണ് സയന്റിസ്റ്റ് ആയിട്ടുള്ള മൈക്കിൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വന്നേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് മൈക്കിൾ ആ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ശരിക്കും ഷോക്കായി പോയിട്ട് അത് കണ്ടിട്ട്. അപ്പൊ അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഞാൻ ഹാപ്പിയായി. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഇവരെല്ലാവരും വന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ സിറ്റുവേഷൻ ആണ് കാണുന്നത്. അതായത് എപ്പോഴും നീല നിറത്തിലും ഒരു ചെറിയ ഗ്രീനിഷ് ഒക്കെ ആയിട്ട് കാണുന്ന നമ്മുടെ ഭൂമിയുടെ നിറം ഇപ്പൊ അങ്ങനെയല്ല, മുഴുവനായിട്ടും ഒരു യെല്ലോ ഷെയ്ഡായി മാറിയിട്ടുണ്ട്. ഭയങ്കര അപകടകരമായ രീതിയിൽ നമ്മുടെ എയറൊക്കെ പൊല്യൂട്ട് ആയിരിക്കുകയാണ്. ഇത് ശ്വസിക്കുന്ന മനുഷ്യരൊന്നും ഇനി അധികകാലം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമി നശിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഭൂമിയിലേക്ക് പോണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഇവർക്ക് 5 പേർക്കും കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്ന അഗസ്റ്റിനുമായിട്ട് കോള് കണക്ട് ആവുന്നുണ്ട്. അഗസ്റ്റിനുമായിട്ട് സള്ളി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സള്ളി ചോദിക്കുകയാണ്, നമ്മളിനി ഭൂമിയിലേക്ക് വന്നോട്ടെ, സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഭൂമിയിലുണ്ടോ? അപ്പൊ അഗസ്റ്റിൻ പറയാണ്, അങ്ങനെ ഒരു സ്ഥലം ഇന്ന് ഈ ഭൂമിയിൽ ഇനി ബാക്കിയില്ല. നിങ്ങൾ എന്തായാലും ഭൂമിയിലേക്ക് ഇനി തിരിച്ചു വരണ്ട. ഇതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അയച്ചു തരാമെന്ന് പറയാണ്. പിന്നീട് സള്ളി ആ ഒരു കിട്ടിയ ഡാറ്റ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് അഗസ്റ്റിന്റെ പദ്ധതി പ്രകാരം ഇവർ ഭൂമിയിലേക്ക് വരരുത്, പകരം ഭൂമിയുടെ ചുറ്റും കുറച്ചൊന്ന് കറങ്ങുക. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി ഇവരുടെ ആ ഒരു സ്പേസ് ഷിപ്പിന് കിട്ടും. അതായത് ഒരു കല്ലില് ഒരു നൂല് കെട്ടി നമ്മൾ ആ ഒരു നൂലിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ കല്ല് കറങ്ങുമല്ലോ. പിന്നീട് ആ ഒരു നൂല് പൊട്ടി എന്താ സംഭവിക്കുക, വളരെ വേഗത്തിൽ ഈ കല്ല് തെറിച്ചു പോവില്ലേ? അതുപോലെ തന്നെ ആ രീതിയിൽ ഇവര് എർത്തിന് ചുറ്റും ഒന്ന് വട്ടം വെച്ച് അതിന്റെ ആ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഇവിടുന്ന് പോവുകയാണെങ്കിൽ K23 എന്ന് പറഞ്ഞ ആ ഒരു ഗ്രഹത്തിലേക്ക് ഒരു 2 വർഷം കൊണ്ട്, അത് കുറച്ച് വേഗത്തിലുള്ള സമയമാണ്, ഇവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും. ഇതാണ് ശരിക്കും അഗസ്റ്റിന്റെ ആ ഒരു പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മുടെ സള്ളിക്കും അതുപോലെ തന്നെ കമാൻഡർ ആയിട്ടുള്ള
അതുപോലെ ജോർദാനും ഒക്കെയാണ്. പക്ഷേ ഭൂമി വിട്ടു പോകാനായിട്ട് മൈക്കിളിനും അതുപോലെ തന്നെ ടോമിനും വലിയ താല്പര്യമില്ല. ഇതേ നേരം തന്നെ സൺലി പോയിട്ട് അഗസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു പ്ലാന് പറഞ്ഞു തരാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തായാലും ഒരു സാധാരണക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതേ സമയത്ത് തന്നെ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പറയുന്നുണ്ട്, അഗസ്റ്റിൻ ലോഫ്റ്റ് ഹൗസ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ സല്ലി അതുപോലെ തന്നെ ജോർദാൻ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഈ K-23 എന്ന് പറഞ്ഞ ഒരു ഗ്രഹം കണ്ടുപിടിച്ചതും ഇങ്ങോട്ടേക്ക് ഒരു സ്പേസ് ഷിപ്പിന് അയക്കാനുള്ള ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ അഗസ്റ്റിനാണ്. അതായത് ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ തന്നെ ഒരു ഗ്രേറ്റ് സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ സല്ലി ചോദിക്കുന്നുണ്ട്, നമുക്കൊരു കാരണവശാലും ഇനി ഭൂമിയിലേക്ക് വരാൻ പറ്റില്ലേ? അഗസ്റ്റിൻ പറയുന്നത് ഒരു കാരണവശാലും പറ്റില്ല, കാരണം ഭൂമി അത്രത്തോളം നശിച്ചു പോയിരിക്കുന്നു, ഇനി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇതേ നേരം തന്നെ ഈ ഒരു ഷിപ്പിലേക്ക് ഇത്രയും നാളായിട്ട് വരാത്ത പല മെസ്സേജുകളും വരുന്നുണ്ട്. അതിൽ തന്നെ മൈക്കിളിന്റെ ഭാര്യ അവൻ അയച്ച ഒരു വീഡിയോ മെസ്സേജ് അയാൾ കാണുകയാണ്. അതായത് ഭാര്യ പറയുന്നത്, ഒരു കാരണവശാലും മൈക്കിളെ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട, ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ്, ഞാനും മക്കളും അധികം വൈകാതെ ഇവിടെ വെച്ച് മരണപ്പെട്ടു പോകും, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ജീവനോടെ ബാക്കിയാവുമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാതെ തിരിച്ചു പൊയ്ക്കുമെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യമൊന്നും മൈക്കിളിന് സഹിക്കാൻ കഴിയുന്നില്ല. അതായത് മക്കളുടെയും ഭാര്യയുടെയും കൂടെ അവസാന നിമിഷം സ്പെൻഡ് ചെയ്യാമെന്നാണ് മൈക്കിൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു മിഷനുമായിട്ട് ഈ ഒരു ഗ്രഹത്തിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ തന്നെ സയന്റിസ്റ്റുകൾ പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു ഭൂമി ചിലപ്പോൾ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ നേരിട്ടേക്കാം. അപ്പൊ മനുഷ്യരാശിയെ നിലനിർത്താനായിട്ട് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അതായത് ഇതൊരു വലിയ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സ്പേസ് മിഷൻ തന്നെയായിരുന്നു. അതുപോലെ ഇപ്പൊ സ്പേസ് ഷിപ്പിലുള്ള നമ്മുടെ ടോം ഉണ്ടല്ലോ, അദ്ദേഹത്തിനും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതായത് മരിച്ചുപോയ മായ ഉണ്ടല്ലോ, ഇവരുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി, അവള് ശരിക്കും സ്വന്തം മോളെ പോലെ തന്നെയാണ് ടോമ കണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ അവളുടെ ആ ഒരു ബോഡി ഭൂമിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണം, അവൾക്ക് വേണ്ടി എനിക്ക് അതെങ്കിലും ചെയ്യണം, ആ ഒരു ആഗ്രഹം ടോമിനുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിളും ടോമും ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ല K-23ലേക്ക്, പകരം നശിച്ചു പോകാൻ നിൽക്കുന്ന ഈ ഭൂമിയിലേക്ക് തന്നെ അവർ പോവുകയാണ്. ഈ കാര്യം ഇവർ രണ്ടുപേരും കമാൻഡറായിട്ടുള്ള ജോർദാനോട് പറയുന്നുണ്ട്. അവൻ എന്തായാലും അതിനെ തടുക്കാനൊന്നും കഴിയില്ലല്ലോ. എന്തായാലും ഇവരോട് യാത്ര പറഞ്ഞ് നമ്മുടെ മായയുടെ ആ ഒരു ബോഡി എടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും ടോമും മൈക്കിളും കൂടെ ഒരു ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നേരെ ഭൂമിയിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ ഈ ഒരു ഷിപ്പിൽ അവസാനമായിട്ട് ബാക്കിയായിട്ടുള്ളത് നമ്മുടെ സള്ളിയും അതുപോലെ തന്നെ ജോർദാനും അവർക്ക് ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞും മാത്രമാണ്. ഇപ്പൊ ഭൂമിയുമായിട്ടുള്ള ഇവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് ആകെ അഗസ്റ്റിനുമായിട്ടാണ്. അദ്ദേഹവുമായിട്ട് മാത്രമേ ഇവർക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ. പിന്നീട് അവസാനമായിട്ട് അഗസ്റ്റിനുമായിട്ടും ഇവരിപ്പോ സംസാരിക്കാൻ നിൽക്കുകയാണ്. അതായത് സള്ളി അഗസ്റ്റിനോട് പറയുന്നുണ്ട്, അതായത് ഈ നശിച്ചു പോകാൻ നിൽക്കുന്ന ഈ ഭൂമിയിൽ നിന്നും രണ്ട് ജീവൻ ഇത് പുറത്തേക്ക് പോയി മറ്റൊരു ഗ്രഹത്തിൽ നമ്മൾ താമസിച്ച് മനുഷ്യരെ വീണ്ടും മറ്റൊരു രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. അതായത് ഈ ലോകത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അഗസ്റ്റിൻ. നിങ്ങൾ ഇത്രയും അഗസ്റ്റിനെ കുറിച്ച് പുകഴ്ത്തി സള്ളി ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന അഗസ്റ്റിന് സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുകയാണ്. അതായത് സള്ളി വെറുതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും അഗസ്റ്റിന് ഇത്രത്തോളം സങ്കടം വരുന്നത്? അല്ല, അതിന്റെ പിന്നിൽ വ്യക്തമായ മറ്റൊരു കാരണമുണ്ട്. അതായത് ലോകത്തിൽ ഒരച്ഛനും മറ്റൊരു മകൾക്ക് ഇതുവരെ ചെയ്തു കൊടുക്കാത്തൊരു കാര്യം. അതായത് സള്ളി മറ്റാരുമല്ല, നമ്മുടെ അഗസ്റ്റിന്റെ മകള് തന്നെയാണ്. അന്ന് അഗസ്റ്റിനെ അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടു പോകുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. അവനുണ്ടായ കുഞ്ഞു തന്നെയാണ് ഈ സള്ളി. സള്ളിയെ നോക്കാൻ കഴിഞ്ഞില്ല, തന്റെ ഭാര്യയെ നോക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ആ ഒരു കുറ്റബോധവും വേദനയും ഇതെല്ലാം ഉള്ളിൽ കിടന്ന് ഒരുപാട് നാളായിട്ട് മകളോട് സംസാരിക്കാൻ പറ്റാതെ ആ ഒരു ഫ്രസ്ട്രേഷനിലും ടെൻഷനിലായിരുന്നു ഈ മനുഷ്യൻ. എന്നാൽ അവസാന ആ ഒരു നിമിഷങ്ങളിൽ മകളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. അതിന്റെ ആ ഒരു പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരാശി ഇവിടെ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ. തന്റെ മകളിലൂടെ ഇനിയും മനുഷ്യന്റെ കുലം ഉണ്ടാകും, മറ്റൊരു ലോകത്തിൽ ഇനിയും മനുഷ്യർ ജീവിക്കും. എന്തായാലും നമ്മുടെ അഗസ്റ്റിന്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹം നടന്നു, മകളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. എന്നാൽ സള്ളിക്ക് അറിയില്ല അവൾ ഈ സംസാരിക്കുന്ന ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ സയന്റിസ്റ്റ് ആയിട്ടുള്ള അഗസ്റ്റിൻ അത് അവളുടെ അച്ഛനാണെന്ന്. അങ്ങനെ അവസാനമായിട്ട് ഇപ്പൊ സള്ളി അഗസ്റ്റിനോട് യാത്ര പറഞ്ഞ് അവരിവിടം വിട്ട്, അതായത് ഈ ഒരു ഗ്രഹം വിട്ട് തന്നെ ഇവിടുന്ന് പോകാൻ പോവുകയാണ് മറ്റൊരു പുതിയ ലോകത്തിലേക്ക്. താൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് നടന്നു കഴിഞ്ഞു. ആ ഒരു ഭയങ്കരമായിട്ടുള്ള മാനസിക തൃപ്തിയിൽ അഗസ്റ്റിൻ പുറത്തേക്ക് വരികയാണ്, ആകാശത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് തന്നെ ആ ഒരു പെൺകുട്ടിയുണ്ട്, ഐറിസ്. എന്നാൽ ഐറിസിനെ കാണാൻ കഴിയുക ഈ അഗസ്റ്റിന് മാത്രമാണ്. കാരണം എന്താണെന്നറിയോ, ആ ഐറിസ് അവിടെ ഇല്ല. തന്റെ ഭാര്യയും മകളെയും നോക്കേണ്ട കാലത്ത് നല്ല രീതിയിൽ നോക്കിയിട്ടില്ല. ആ ഒരു കുറ്റബോധം ഉള്ളിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടായി വന്ന ഒരു ഹാലൂസിനേഷൻ മാത്രമാണ് ഐറിസ് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി. ആ കുട്ടി എന്ന് പറഞ്ഞാൽ സള്ളിയുടെ ചെറുപ്പകാലമായിരുന്നു. എന്നാൽ തന്റെ മകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അതായത് മരണം മുന്നിൽ കണ്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ വല്ലാത്തൊരു ഫീല്, വല്ലാത്തൊരു സുഖം. ആകാശത്തേക്ക് നോക്കി ആ മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭൂമി വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് സള്ളിയും അതുപോലെ ജോർദാനും പോവാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തൊരു നല്ല സിനിമയാണല്ലേ, എന്തൊരു നല്ല മെസ്സേജാണ്, എത്ര കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ ഡയറക്ടർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്, വിലമതിക്കാനാവാത്തത് അത് മനുഷ്യബന്ധങ്ങളാണ്. ഈ ലോകത്തിൽ മറ്റെന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടും ഇതില്ലെങ്കിൽ എന്ത് കാര്യം. അതായത് ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങളുണ്ട്. അതായത് അഗസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വന്ന തോന്നലായിട്ടുള്ള ഐറിസ്, ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അഗസ്റ്റിന്റെ ഉള്ളിലെ കുറ്റബോധമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു ചെയ്തു വെച്ച ആ ഒരു കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ
നിന്നൊക്കെ മോചനം വന്നില്ലേ, അദ്ദേഹത്തിന്റെ അവസാന സമയം അദ്ദേഹത്തിന് ഒരുപാട് സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതീകമാണ് ഐറിസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഈതർ എന്ന ഒരു സ്പേസ് ഷിപ്പ് നമ്മുടെ മനുഷ്യരാശി അച്ചീവ് ചെയ്യുന്ന ശാസ്ത്ര പുരോഗതി, അതിന്റെ ആ ഒരു നേട്ടങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, അതുപോലെ തന്നെ ശാസ്ത്രം പുരോഗമിക്കുന്നതിന്റെ കൂടെ തന്നെ മനുഷ്യർ കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു പ്രതീകം തന്നെയാണ് ഈതർ എന്ന ഒരു സ്പേസ് ഷിപ്പ്. ഇനി മൂന്നാമത്തേത് നമ്മുടെ സള്ളിയുടെ ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞ്, അതൊരു പ്രതീക്ഷയാണ്, മാനവരാശിയുടെ ഒരു വലിയ പ്രതീക്ഷ. അവസാനത്തേത് നാലാമത്തെയും പോയിന്റ്, നമ്മുടെ ഭൂമി നശിപ്പിച്ച നമ്മുടെ ഈ ഒരു ഭൂമി, ഇത് നമ്മൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ തന്നെ നമ്മുടെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. എന്തൊരു രസമാണല്ലേ ഈ സിനിമയുടെ കൺസെപ്റ്റ്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ മൂവി മാത്രമാണ്, പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നത് പലതരം കാര്യങ്ങളാണ്. ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് പോയിന്റുകളൊക്കെ പറയാനുണ്ട്, പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കമന്റ് ബോക്സിൽ പറ, ബാക്കിയുള്ളവർ അത് വായിക്കട്ടെ. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.